അല്ല, ഇരട്ടത്താപ്പ് CPM എന്ന് ജനിച്ചോ, എന്ന് കേരളത്തിൽ അത് ശൈശവാവസ്ഥയിലുണ്ടോ? ഈ കാലഘട്ടങ്ങളിലെല്ലാം ഇരട്ടത്താപ്പുണ്ട്. ഏത് കാര്യം എടുത്താൽ സുധീരനുമായിട്ടുള്ള ഒരു ആശയപരമായ ചർച്ചയ്ക്ക് സുധീരനൊരു സ്പേസ് കൊടുക്കണ്ട എന്ന് ഉമ്മൻചാണ്ടി തീരുമാനിച്ചുകൊണ്ടായിരിക്കാം മദ്യം അയാൾ കംപ്ലീറ്റ് അങ്ങ് ബാൻ ചെയ്തു. അരി കൊടുക്കുന്നത് പോലെ മദ്യം വിതരണം ചെയ്യാൻ തുടങ്ങി. ആ ഷോപ്സിന് എണ്ണം കൂടി. ഷോപ്സിന് എണ്ണം ഏതാണ്ട് 4 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. അപ്പൊ പറയുന്നതൊന്ന്, ചെയ്യുന്നത് മറ്റൊന്ന്. നേരത്തെ ഇവരെന്താണോ 10 കൊല്ലം കൊണ്ട് ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് സതീശൻ വരുന്നത്. അത് തന്നെയാണ് സുധാകരനും പറഞ്ഞത്. നമസ്കാരം. UDF സർക്കാരിന്റെ മദ്യനയം വലിയ ചർച്ചയാവുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഡീലാണ് എന്ന ആരോപണത്തിലാണ് പ്രതിപക്ഷം നിൽക്കുന്നത്. കഴിഞ്ഞ ഏതാനും നാളുകളായി നമ്മുടെ സംസ്ഥാനം വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കും ഇത് കാരണം വേദിയാകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ പ്രധാനമായി ഇവിടെ ഉയരുന്നൊരു ചോദ്യം, ഇടതുപക്ഷത്തിന് മദ്യവിരുദ്ധതയെക്കുറിച്ച്, മദ്യനയത്തെക്കുറിച്ച് പറയാൻ ധാർമ്മികമായ എന്ത് അവകാശമുണ്ട് എന്നുള്ള ചോദ്യമാണ്. മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മദ്യനിരോധനം നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ചർച്ച വന്നപ്പോൾ അതിനെ ശക്തിയുക്തം എതിർത്തവരാണ് ഇന്നത്തെ ഇടത് നേതാക്കൾ. തങ്ങൾ അടച്ചുപൂട്ടുന്നത് സ്കൂളുകളല്ല ബാറുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് 2016 ഇടതുപക്ഷം അധികാരത്തിൽ വന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ എത്ര ബാറുകൾ അധികം തുറന്നു എന്നുള്ള ചോദ്യം ഇന്നും ഉത്തരം കിട്ടാത്ത ഒന്നായി അവശേഷിക്കുകയാണ്. ഇത്തരത്തിൽ പറയുന്നതൊന്ന് ചെയ്യുന്നത് മറ്റൊന്ന് എന്നുള്ള തരത്തിലേക്ക് ഇടതുപക്ഷം പോകുമ്പോൾ അവരുടെ ഈ ഒരു പ്രവർത്തനത്തെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? സർക്കാരിന്റെ മദ്യനയം കുറ്റമറ്റതാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് പ്രതികരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകനും എഴുത്തുകാരനുമായിട്ടുള്ള ഡോക്ടർ റഷീദ് പാനൂരാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. അല്ല, ഇരട്ടത്താപ്പ് CPM എന്ന് ജനിച്ചോ, എന്ന് കേരളത്തിൽ അത് ശൈശവാവസ്ഥയിലുണ്ടോ? ഈ കാലഘട്ടങ്ങളിലെല്ലാം ഇരട്ടത്താപ്പുണ്ട്. ഏത് കാര്യം എടുത്താൽ അത് മദ്യത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, വിദ്യാഭ്യാസ നയത്തിൽ മാത്രമല്ല. കോഴയുണ്ടല്ലോ നമ്മുടെ എയ്ഡഡ് കോളേജുകളും സ്കൂളുകളും. ഈ കാര്യങ്ങൾ എടുത്താൽ പോലും ഈ ഇരട്ടത്താപ്പ് എല്ലാ കാലത്തും പ്രകടമാണ്. ഇത് തന്നെയാണ് മദ്യത്തിന്റെ കാര്യത്തിലും. ഉമ്മൻചാണ്ടി ആ ഒരു വെല്ലുവിളിക്ക് വേണ്ടി, ടിറ്റ് ഫോർ ടാറ്റിന് വേണ്ടിയാണ് സുധീരനുമായിട്ടുള്ള ഒരു ആശയപരമായ ചർച്ചയ്ക്ക് സുധീരനൊരു സ്പേസ് കൊടുക്കണ്ട എന്ന് ഉമ്മൻചാണ്ടി തീരുമാനിച്ചുകൊണ്ടായിരിക്കാം മദ്യം അയാൾ കംപ്ലീറ്റ് അങ്ങ് ബാൻ ചെയ്തു. അത് സ്റ്റേറ്റിനുണ്ടാക്കാവുന്ന, അല്ലെങ്കിൽ കേരളം പോലെ കടക്കെണിയിൽ അകപ്പെട്ട ഒരു സ്റ്റേറ്റിനുണ്ടാക്കാവുന്ന എല്ലാ സാമ്പത്തിക ബാധ്യതകളും അറിയാവുന്ന ചാണ്ടി തന്നെയാണ് നിരോധിച്ചത്. അപ്പോഴാണ് CPM കേന്ദ്രങ്ങളിലെ കേരളത്തിലെ ബുദ്ധിജീവികൾ പറഞ്ഞത്, ഇന്നേ വരെ ലോകത്തിൽ ഒരു രാജ്യത്തും മദ്യം കംപ്ലീറ്റ് ബാൻ ചെയ്തിട്ട് വിജയിച്ചിട്ടില്ല. കാരണം അത് ഉപയോഗിച്ച് അതിന് അഡിക്റ്റ് ആയവർ വീട്ടിൽ നിന്ന് മദ്യം ഉണ്ടാക്കും. ഇനി അതല്ല, മദ്യത്തിന്റെ കോണ്ടന്റ് ഉള്ള ഗുളികകളും അല്ലെങ്കിൽ മാരകമായ വിഷവസ്തുക്കൾ അവർ ഉപയോഗിക്കും. അപ്പൊ അതുകൊണ്ട് ഇതിനെതിരായിട്ട് കേരളം മുഴുവൻ ഒരു ക്യാമ്പയിൻ വേണം. മദ്യമുണ്ടാക്കുന്ന അതിന്റെ വിഷം, അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയെ അതെങ്ങനെ തകർത്ത് കളയും, അത് ഗവൺമെന്റ് ചെലവിൽ തന്നെ സ്കൂൾ കോളേജുകളിൽ മാത്രമല്ല കേരളം മുഴുവൻ ഗ്രാമപ്രദേശത്ത് പോലും അതിന്റെ ക്യാമ്പയിൻ നടന്ന് ജനങ്ങളെ ഗ്രാജുവലായിട്ട് മുക്തമാക്കാനേ പറ്റുള്ളൂ. അതുവരെയും ഇതിങ്ങനെ തുടരണം. എന്നിട്ട് ഷോപ്സ് കുറച്ച് 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 കൊണ്ടുവരിക. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താ? 10 കൊല്ലം കൊണ്ട് ഓരോ ടൗണിലും ഗ്രാമപ്രദേശത്ത് പോലും ബിയർ പാർലറുകൾ കൂടി വരുന്നു. അത് മാത്രമല്ല, ഗവൺമെന്റ് തന്നെ ആ റിഡക്ഷനിൽ അരി കൊടുക്കുന്നത് പോലെ മദ്യം വിതരണം ചെയ്യാൻ തുടങ്ങി. ആ ഷോപ്സിന് എണ്ണം കൂടി. ഷോപ്സിന് എണ്ണം ഏതാണ്ട് 4 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. അപ്പൊ പറയുന്നതൊന്ന്, ചെയ്യുന്നത് മറ്റൊന്ന്. ഇപ്പൊ ഈ VD സതീശന്റെ കാലത്തും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. വീര്യം കുറഞ്ഞ, അല്ലെങ്കിൽ അതിന്റെ ആൽക്കഹോളിക് കോണ്ടന്റ് കുറഞ്ഞ ആ മദ്യത്തിന്റെ പ്രശ്നം വരുമ്പോഴേക്കും ഇവരാകെ ചാടി വീഴാൻ തുടങ്ങി. അതിന് ഇന്നർ ഡീലുണ്ട്. ആ കോടികൾ സതീശൻ തട്ടുന്നു. അപ്പൊ ഇവരെന്താണോ നേരത്തെ പറഞ്ഞത്, നേരത്തെ ഇവരെന്താണോ 10 കൊല്ലം കൊണ്ട് ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് സതീശൻ വരുന്നത്. അത് തന്നെയാണ് സുധാകരനും പറഞ്ഞത്. യഥാർത്ഥത്തിൽ പല കാര്യങ്ങളിലും സുധീഷൻ പാരലലായിട്ട് മറ്റൊരു ചാനൽ വെട്ടിക്കയറുമ്പോൾ ഇവരുടെ ഈ വിഴുപ്പ് ചുമക്കേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ ഇവർക്കാണെങ്കിൽ ഇതിനെ അറ്റാക്ക് ചെയ്യാനുള്ള ധാർമ്മികമായ ഒരു അവകാശവുമില്ല. കാരണം ഈ വിഴുപ്പ് ഇവർ സൃഷ്ടിച്ചതാണ്.
കാരണം ഇവര് തന്നെ പറഞ്ഞിട്ടുണ്ട് 3 തരം വരുമാനമേ കേരളത്തിനുള്ളൂ. ഒന്ന് മദ്യത്തിൽ നിന്നുള്ള വരുമാനം, രണ്ടാമത് ലോട്ടറിയിൽ നിന്നുള്ള വരുമാനം, മൂന്നാമത് വിദേശത്ത് വർക്ക് ചെയ്യുന്ന ആളുകളിൽ നിന്നുള്ള വരുമാനം. അല്ലാതെ മറ്റു വരുമാനങ്ങൾ ഒന്നും കേരളത്തിൽ നിന്നില്ല. സെൻട്രൽ ഗവൺമെന്റ് ഞങ്ങൾക്ക് അർഹിക്കുന്നതിന്റെ 1/3 പോലും തരുന്നില്ല. അതുകൊണ്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് DA കൊടുക്കാൻ കഴിയുന്നില്ല, അവരുടെ പേ റിവിഷൻ നടത്താൻ പറ്റുന്നില്ല. സംസ്ഥാനത്ത് വലിയ തോതിലുള്ള പുരോഗതി, അതിനുവേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. അപ്പം മദ്യമാണ് ഞങ്ങളുടെ ഇൻകത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ബാക്ക് ബോൺ എന്ന് പറഞ്ഞ ഇവര് തന്നെ ഇപ്പോൾ മദ്യത്തിനെതിരായിട്ട് ഈ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ശുദ്ധ അസംബന്ധമാണ്.